ഹായ് ഫ്രണ്ട്സേ, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ ആറ്റുവാളക്കറിയാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു 10 സ്പൂൺ മുളക് പൊടി, 2 സ്പൂൺ കുരുമുളക് പൊടി, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് ഉലുവാപ്പൊടി എടുത്ത് മിക്സിയുടെ ജാറിലേക്ക് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് അരച്ചിട്ട് വരാം. ഇതിനായിട്ട് ഞാൻ 1 കിലോ ആറ്റുവാളയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അതിനായിട്ട് കുറച്ച് ഉള്ളി, കുറച്ച് വെളുത്തുള്ളി, കുറച്ച് വേപ്പില, പച്ചമുളക്, കുടംപുളി, ഇഞ്ചി എന്നിവ നമുക്ക് എടുത്തു വയ്ക്കാം. ആറ്റുവാളയിലേക്ക് ഞാൻ അരച്ച് വെച്ച അരപ്പ് നമുക്ക് ചേർക്കാം. അതിന് ശേഷം പുളി ഇട്ട് കൊടുക്കാം, പച്ചമുളക് ഇട്ട് കൊടുക്കാം, വേപ്പില ഇട്ട് കൊടുക്കാം, ഇഞ്ചി ഇട്ട് കൊടുക്കാം, വെളുത്തുള്ളി ഇട്ട് കൊടുത്തു. അരിഞ്ഞു വെച്ച ഉള്ളിയും ഞാൻ ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പ് ഇത്തിരി കൂടുതൽ ചേർക്കണം, കുറച്ച് കൂടുതൽ ചേർക്കണം. ഉപ്പും പുളിയും നന്നായിട്ട് പിടിക്കേണ്ടതാണ്. ഇതിന് എണ്ണ ഒത്തിരി ഉപയോഗിക്കേണ്ട. കാര്യം ആറ്റുവാളയ്ക്ക് നല്ല നെയ്യുള്ളതാണ്. ഇത് എത്ര ദിവസം വേണമെങ്കിലും ഇരിക്കുന്ന കറിയാണ്. നമുക്കിതിനെ കൂട്ടി യോജിപ്പിക്കാം. നമുക്ക് ഗ്യാസിലേക്ക് വയ്ക്കാം. ഇത് തിളച്ച് വരുമ്പോൾ ചാറ് പൊങ്ങി വരുന്നത് കാണാം. ആറ്റുവാളയ്ക്ക് നെയ്യുള്ളത് കൊണ്ട് നമുക്ക് ചാറ് കൂടുതൽ കിട്ടുന്നതാണ്. ഗ്യാസിൽ ഞാൻ നമ്മുടെ കറി റെഡിയാക്കാൻ വെച്ചിട്ടുണ്ട്. നമുക്കതിൽ മൂടി വയ്ക്കാം. എന്താ നമ്മുടെ വാളക്കറി നന്നായിട്ട് വറ്റി അതിൻ്റെ എണ്ണയെല്ലാം നമുക്ക് വന്നിട്ടുണ്ട്. നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കേണ്ട കാര്യമില്ല. ഇത് നെയ്യുള്ളത് കൊണ്ട് നല്ല ടേസ്റ്റാണ് ഈ കറിക്ക്. ഇത് നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കുമല്ലോ. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.